മുറ്റം നിറയെ അംബാസഡർ കാറുകളുള്ള ഒരു വീട്. കോട്ടയം കറുകച്ചാൽ സ്വദേശി ജോയി ചേട്ടന അംബാസഡർ കാറുകൾ എന്ന് പറഞ്ഞാൽ ജീവനാണ്. നിലവിൽ 7 അംബാസഡർ കാറുകളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് കിടക്കുന്നത്. കൂട്ടത്തിൽ ഏറ്റവും താരമായത് ഇവനാണ്, KRO 33. ഇത് 1984 ജോയി ചേട്ടൻ പുതിയ വാഹനം വാങ്ങിയതാണ്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം തന്നെ ഉപയോഗിച്ചു വരുന്നു. നിരവധി സിനിമകളിലും ഈ വാഹനം കാണാൻ പറ്റും. ചേട്ടാ, ഈ അംബാസഡർ കാറുകളോടൊരു പ്രണയം തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് 1962 മുതൽ എൻ്റെ ഫാദറിന് വണ്ടിയുണ്ട്, അംബാസഡറുണ്ട്. അന്ന് തൊട്ട് നമുക്ക് അതിൻ്റെ മോഹം ഉണ്ട്. പിന്നെ ഇപ്പം അന്നത്തെ കാലത്ത് 11 വയസ്സിൽ വണ്ടി ഓടിക്കാൻ തുടങ്ങി. ചേട്ടൻ 11ാമത്തെ വയസ്സിൽ കാർ ഓടിച്ചു തുടങ്ങിയത്? വണ്ടി ഓടിക്കാൻ തുടങ്ങി. പക്ഷേ നമുക്ക് ഇന്ന് ഇത് പുറത്ത് പറയാൻ പറ്റില്ല. ഇന്ന് പുറത്ത് പറയാനൊക്കത്തില്ല. 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വണ്ടിയും കൊണ്ടാവുന്നു സ്കൂളിൽ പോകുന്നു. സ്വന്തമായിട്ട് കാർ ഓടിച്ച് സ്കൂളിൽ പോകുന്നു. അങ്ങനെ ഒരു കുഴപ്പം എന്തുകൊണ്ടായിരുന്നു, കൊണ്ടുപോകായിരുന്നു. എവിടെയാ പഠിച്ചത്? നെടുകുന്ന് സെൻറ് ജോൺസിൽ. അന്ന് ഇരുന്ന വികാരി അച്ഛൻ പറയുമായിരുന്നു, ഈ സൂക്ഷിച്ചോണം, കൊണ്ടു നടക്കണം, ഇവിടെ കൊണ്ടുവരുന്ന പുളിൻ്റെ ചുവട്ടിൽ ഇടണം എന്നൊക്കെ പറയുമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് പിള്ളേരല്ലേ. അന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചയാകുമ്പോൾ ഒരു കമ്പനി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കറങ്ങാനൊക്കെ പോകുമായിരുന്നു. അന്ന് രസമായിരുന്നു. അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഇതാണ്. ഇത് KRO 33 അല്ലേ? അതെ, 33. ഇത് താങ്കൾ പുതിയ വണ്ടി വാങ്ങിയതാണ്? ഇത് കൽക്കട്ടയിൽ നിന്ന് ഞാൻ 1984 റോഡ് മാർഗ്ഗം ഓടിച്ചുകൊണ്ട് വന്നതാണ്. ഞങ്ങൾ 3-4 പേര് പോയി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതാണ്. 2600 കിലോമീറ്റർ ഓടിച്ചുകൊണ്ട് വരും. നമ്മൾ അന്ന് പുതിയ വണ്ടി എടുത്തു. അന്ന് പുത്തൻ വണ്ടിയാണ്. അന്ന് ഇവിടെയും കോട്ടയം ഡിസ്ട്രിക്റ്റിലും ഇവിടെയും വണ്ടി കിട്ടത്തില്ല. പൈസ കൊടുത്തേച്ച് നമ്മളൊരു വർഷം കഴിയണം. ബുക്കിംഗ് ഉണ്ട്. ഞങ്ങൾ പോയി വണ്ടി നേരെ എടുത്തുകൊണ്ട് വരുമായിരുന്നു. 3-4 വണ്ടി കൊണ്ടുവന്നതിൽ ഒരു വണ്ടിയാണ് ഞാൻ എടുത്തത്, ബ്ലാക്ക് വണ്ടി. അതന്നെ ഫ്ലോർ ഗിയർ ആദ്യത്തെ വണ്ടിയത്. കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഫ്ലോർ ഗിയർ ആദ്യത്തെ വണ്ടിയാണ്. പ്ലാറ്റ്ഫോം ഗിയർ ഇപ്പം എവിടെ ആരും കണ്ടിട്ട് പോലും ഇല്ല. 84 മോഡൽ വണ്ടിയാണിത്. അതെ, 84 മോഡൽ വണ്ടിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ചേട്ടൻ തന്നെ ഉപയോഗിച്ചു? 40 വർഷമായിട്ട് എൻ്റെ തന്നെ ഇരിക്കുക, ഞാൻ തന്നെ ഉപയോഗിക്കുക. ഇപ്പം മൊത്തത്തിൽ 7ഓളം അംബാസഡർ കാറുകൾ വീട്ടിൽ കിടപ്പുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഇതാണ്? അതെൻ്റെ വണ്ടി 33. സ്വന്തം വണ്ടി, ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല വണ്ടി, എല്ലാം കൊണ്ടും ഒത്ത വണ്ടി. ഈ വണ്ടി പല സിനിമകളിലും ഞാൻ കണ്ടിട്ടുള്ളൊരു വണ്ടിയാണ്. ഒരുപാട് സിനിമയ്ക്കകത്ത് ഓടിയിട്ടുണ്ട്, 7 സിനിമയ്ക്കകത്ത് ഓടിയിട്ടുണ്ട്. അറിയപ്പെടുന്ന വണ്ടിയാണ്. 33 പറഞ്ഞാലേ അറിയുള്ളൂ, എന്നെ തന്നെ അറിയുള്ളൂ. താങ്കൾക്ക് നിലവിൽ അംബാസഡർ കാറുകളുടെ കച്ചവടം ഉണ്ടല്ലേ? അംബാസഡറിൻ്റെ കച്ചവടമുണ്ട്. നല്ല വണ്ടിയുണ്ട്, അഴുക്ക് വണ്ടി ഉണ്ട്, കച്ചവടമുണ്ട്. വാഹനങ്ങൾ പൊളിച്ച് വിൽക്കാറുണ്ട്? അല്ല, അത് കൂടുതലാത്ത വണ്ടിയുടെ സാധനം ആരെങ്കിലും ചോദിച്ചാൽ എടുത്തു കൊടുക്കും. നമ്മൾ പൊളിഞ്ഞ് പോവില്ലേ ഉള്ളൂ, എന്നാൽ എടുത്തു കൊടുക്കും സാധനം. ഏത് സാധനം നമ്മുടെ ഉണ്ട്, അംബാസഡർ എല്ലാ സാധനവും ഉണ്ട്. എത്ര അംബാസഡർ കാറുകൾ വാങ്ങി വിറ്റിട്ടുണ്ടാകുമെന്ന് വല്ല കണക്കുണ്ടോ? ഒരു കണക്കുമില്ല. ഒരു 500 മേലെ, 500 അല്ല, അംബാസഡർ എടുത്തിട്ടുണ്ട്. അംബാസഡർ മുഴുവൻ മിക്കവാറും ഇവിടെ തന്നെയാണ് വരുന്നത്. ഈ കോട്ടയം ഡിസ്ട്രിക്റ്റിലല്ലേ, ഈ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ വണ്ടിയെല്ലാം മുഴുവൻ ഇവിടെ അംബാസഡർ ഇവിടെ വരുള്ളൂ, നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ. ഇപ്പോൾ 7 വണ്ടിയുണ്ട്, 7 അംബാസഡർ കാറുകൾ നിലവിലുണ്ട്. ഏറ്റവും കൂടുതൽ ഒരേ സമയം എത്ര വണ്ടി വരെ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? 13 വണ്ടി വരെ ഉണ്ട്. 13-14 അംബാസഡർ വരെ ഉണ്ട്. ഈ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ അംബാസഡർ കാറുകൾ നിറഞ്ഞു കിടന്നൊരു കാലഘട്ടം എല്ലാം ഉണ്ട്. നേരത്തെ ഉണ്ട്, നേരത്തെ ഉണ്ട്. 14 വണ്ടിയുണ്ട്, ഉണ്ടായിരുന്നു. ജീപ്പ് ഉണ്ടായിരുന്നു? ജീപ്പ് ഉണ്ടായിരുന്നു. ജീപ്പ്, ഓപ്പൺ ജീപ്പും സാധാരണ ജീപ്പും എല്ലാം ഉണ്ടായിരുന്നു. പല ജീപ്പുകളുണ്ടായിരുന്നു. സിനിമകളിൽ 7 സിനിമയിലെ കൂടി ജീപ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ ജോയി ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ജോയി ചേട്ടന് കമ്പം അംബാസഡർ കാറുകളോട് മാത്രമല്ല ആനക്കമ്പക്കാരൻ കൂടിയാണ്. ഒരു സമയത്ത് 3 ആനകൾ വരെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഉണ്ടായിരുന്നു, 3 ആന ഉണ്ടായിരുന്നു. അത് 10-17 കൊല്ലം ഉണ്ടായിരുന്നു. 17 വർഷക്കാലത്തോളം ആന ഉണ്ടായിരുന്നു. പിന്നെ നോക്കാനാളില്ല വന്നപ്പോൾ എല്ലാം കൊടുത്തു. പിന്നീട് വീണ്ടും ഈ അംബാസഡറിലേക്ക് തന്നെ. അംബാസഡർ അത് വേറെ എങ്ങും ചെയ്യണ്ടല്ലോ. ഇപ്പം എവിടെ ഒരു നല്ല വണ്ടി കൊടുക്കാനുണ്ട്, അംബാസഡർ കൊടുക്കാനുണ്ട് എന്ന് ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ ജോയി ചേട്ടൻ തൊട്ടടുത്ത ദിവസം അവിടെ എത്തുമെന്നാണ് നാട്ടിൽ അന്വേഷിക്കുമ്പോൾ പറയുന്നത്. അന്നേരം ഞാൻ അവിടെ ചെന്നിരിക്കും. ഞാൻ അറിയാതെ വണ്ടി പോകത്തില്ല. ഈ KRO 33 ചേട്ടൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ്. ഇത് ആളുകൾ മോഹവില പറയാറുണ്ടോ? അയ്യോ, മോഹവില പറഞ്ഞിട്ടില്ല, കൊടുക്കത്തുമില്ല, പറയത്തുമില്ല, കൊടുക്കത്തുമില്ല. അങ്ങനെ പറയാൻ പോലും അതവിടെ കിടക്കത്തേ ഉള്ളൂ. എത്ര മോഹവില ആര് പറഞ്ഞാലും, എന്നാ വില പറഞ്ഞാലും ഇവിടെ കിടക്കത്തേ ഉള്ളൂ. അടുത്ത തലമുറ അവിടെ കിടക്കും, കൊടുക്കത്തില്ല. മക്കൾ 2 പെൺമക്കളാണ്. അവർക്കും ഈ വണ്ടിക്കമ്പം ഉണ്ടോ? അവർക്ക് വണ്ടിക്കമ്പം മകളുടെ കൊച്ചിനുണ്ട്. മൂത്ത മകളുടെ കൊച്ചിന് വണ്ടി പ്രേമ, ഭയങ്കര പ്രേമ. നിലവിൽ അംബാസഡർ കാറുകളൊക്കെ പൊതുവെ വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ മെക്കാനിക്കുകളൊക്കെ ഇന്നത്തെ കാലത്തുണ്ടോ? മെക്കാനിക്കുകൾ എനിക്ക് ഞായറാഴ്ച ദിവസം ഇവിടെ ഒന്ന് പണിയുന്നുണ്ട്. ഞാൻ വിളിച്ചാൽ വർക്ക്ഷോപ്പ് വരെ ഇവിടെ വരും. ഞായറാഴ്ചകൾ വീട്ടിൽ വന്ന് പണി. നമ്മൾ വീട്ടിലിട്ടേ പണിപ്പിക്കുകയുള്ളൂ, വീട്ടിൽ വന്ന് പണി. സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ? അത് നമ്മുടെ തന്നെ ഉണ്ടല്ലോ വണ്ടി. ഇവിടെ വണ്ടി കൂടുതലാത്ത വണ്ടി ഊരിയെടുക്കും, എടുത്തില്ല.
പോയ വണ്ടികളിൽ നിന്ന് എടുക്കും. എടുക്കത്തില്ല. ഇപ്പൊ നിലവിൽ 7 വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിനകത്ത് റണ്ണിങ് കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടികൾ എത്ര? 6 ഉണ്ട്. 6 നിലയിൽ ഓടുന്ന വണ്ടിയാണ്, നല്ല വണ്ടിയാണ്, ഓടുന്ന വണ്ടികൾ. വണ്ടിയാണ്. ഈ വണ്ടി 40 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു. ഇന്ന് ഡീസൽ വില എനിക്ക് തോന്നുന്നുണ്ട് 95 രൂപയ്ക്ക് പുറത്ത്, 100 രൂപയ്ക്ക് അടുത്തുണ്ട്. അന്ന് ഈ 41 വർഷം മുമ്പ് ഡീസലിന്റെ വിലയൊക്കെ എന്തായിരുന്നു? അന്നത്തെ ഡീസൽ വില 5 രൂപയുള്ളൂ ലിറ്ററിന്. തിരുവനന്തപുരം പോകാൻ 20 ലിറ്റർ ഡീസൽ ഉണ്ടെങ്കിൽ പോയിട്ട് തിരിച്ച് വരാം. 100 രൂപയുടെ ഡീസൽ ഉണ്ടെങ്കിൽ തിരുവനന്തപുരം പോയിട്ട് തിരിച്ച് വരാം. അന്ന് 450 രൂപയുള്ളൂ റേറ്റ്. ഇന്നും തിരുവനന്തപുരം പോയാൽ 450 റേറ്റ് ഉള്ളൂ. 100 രൂപ ഡീസൽ പോകും, പോയിട്ട് 350 രൂപ നമ്മുടെ കയ്യിൽ. ഇതിപ്പോൾ പ്രൈവറ്റ് വാഹനമാണ്. ഇത് മുൻപ് ടാക്സി ആയിരുന്നോ? ടാക്സി ആയിരുന്നു. 6 വർഷം ടാക്സി ആയിരുന്നു. 6 വർഷം ടാക്സി ആയിരുന്നു. അപ്പോൾ അന്ന് ആരാ ഓടിച്ചുകൊണ്ടിരുന്നത്? അന്ന് ഈ വണ്ടി ഞാൻ തന്നെയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. വേറെ വണ്ടി ഉണ്ടായിരുന്നു, ഡ്രൈവർമാർ ഓടുന്നുണ്ടായിരുന്നു. ഈ വണ്ടി ഞാൻ തന്നെ ഓടിക്കുന്നു. അന്നൊക്കെ ഈ ടാക്സികൾക്ക് വലിയൊരു പ്രചാരമുള്ളൊരു കാലഘട്ടമാണല്ലേ? അതെ, അന്ന് ടാക്സിക്ക് നല്ല ഡിമാൻഡുള്ള സമയമാണ്. നല്ല ഓട്ടങ്ങളാണ്. ഭയങ്കര ഓട്ടമാണ്. അന്ന് വേറെ വണ്ടിയില്ലല്ലോ. സ്വന്തം വണ്ടികൾ കുറവായിരുന്നു. സ്വന്തം വണ്ടികൾ കുറവാണ്. വണ്ടി ഇല്ല അന്ന്, കുറച്ച് വണ്ടികളിലേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ എത്ര വർഷക്കാലത്തോളം ഇത് ടാക്സിയായി ഓടി? ഇത് 6 വർഷം. 6 വർഷം ഓടി. 6 വർഷക്കാലത്തോളം ചേട്ടൻ തന്നെ ടാക്സി ഓടിച്ച വണ്ടിയാണ്. അതിനുശേഷം പിന്നീട് പ്രൈവറ്റ് ആക്കി. പ്രൈവറ്റ് ആക്കി വീട്ടിൽ കിടക്കുക. എനിക്ക് ഇവിടെ വന്നപ്പോഴേ ഏറ്റവും കൗതുകം തോന്നിയ മറ്റൊരു കാര്യം ഈ മരങ്ങളിൽ കിടക്കുന്ന മുന്തിരിക്കൊലകളാണ്. ഇത് ഒരു കാലഘട്ടത്തിൽ അംബാസഡർ കാറുകളുടെ മുൻഭാഗത്ത് മിററിൽ കിടന്നിരുന്ന മുന്തിരിക്കൊലകളാണ്. ഇതെന്താണ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്? ഓരോ വണ്ടി വരുന്നതാണ് എടുത്ത് വെക്കുന്നതാ. ഓരോ വണ്ടിയിൽ നിന്ന് വരുന്നതാ. ഒത്തിരി ഉണ്ട്, ഓരോരുത്തർ എടുത്തോണ്ട് പോകും. ഓരോ വണ്ടിക്കാർ വരുമ്പോൾ ഓരോന്ന് എടുത്തോണ്ട് പോകും. അപ്പോൾ ഇതൊക്കെയാണ് ജോയി ചേട്ടൻ്റെയും അദ്ദേഹത്തിൻ്റെ അംബാസഡർ കാറുകളുടെയും വിശേഷങ്ങൾ. അദ്ദേഹം കോട്ടയം കറുകച്ചാൽ സ്വദേശിയാണ്. തായ്പ്രാൽ എന്ന ഈ വീട്ടുമുറ്റത്ത് ഇപ്പോൾ തന്നെ 7 അംബാസഡർ കാറുകൾ കിടപ്പുണ്ട്. കൂട്ടത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ KRO 33 1984 മോഡൽ വാഹനമാണ്. ഇപ്പോൾ എന്താണെങ്കിലും എത്ര മോഹവില പറഞ്ഞാലും ഈ വാഹനം മാത്രം താൻ ആർക്കും കൊടുക്കില്ല എന്നാണ് ജോയി ചേട്ടൻ പറയുന്നത്. കോട്ടയം കറുകച്ചാലിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.